ഞാൻ ബേസിക്കലി ബോളിവുഡിലുണ്ടാവുമ്പോൾ ഞാൻ ഏറ്റവും ജാസ്തി ഗ്ലാമറസ് റോൾസ് ആണ് ചെയ്തത്. ആൻഡ് അന്നും ഞാൻ പറയാറുണ്ട്, ഐ എം വെരി പ്രൗഡ് ഹോട്ട് മോഡൽ ഹോട്ട്. പക്ഷെ ഞാൻ കേരളത്തിൽ വന്നപ്പോൾ ഒബ്വിയസ്ലി ഇവിടെ ഗ്ലാമർ വേഷങ്ങൾ അത്ര ഇല്ല ആ സമയത്ത്. അതെ, ഇന്നുമില്ല സത്യം പറഞ്ഞാൽ. ഇത് ബേസിക്കലി നമ്മളൊരു സിറ്റുവേഷണൽ അല്ല സ്റ്റോറി ഓറിയന്റഡ് ഗ്ലാമർ ആണ്, അല്ലാതെ മറ്റേ ഹിന്ദി സ്റ്റൈലോ മറ്റേ ആന്ധ്ര തമിഴ് അങ്ങനത്തെ ഒന്നുമല്ല. അപ്പോൾ ഒബ്വിയസ്ലി നമ്മളുടെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടി, ബിക്കോസ് നമ്മൾ അങ്ങനെ ഡീഗ്ലാമറൈസ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടി. അപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു, എൻ്റെ അച്ഛൻ്റെ ഒരു വാക്കുണ്ട്, നമ്മൾ എത്ര കവർ ആവുന്നു അത്ര ഗ്ലാമർ കൂടുക ചെയ്യുക. നമ്മൾ സ്കിന്ന് കാണിക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് നമ്മൾ ഗ്ലാമറസ് ആണ്, നമ്മൾ ഗ്ലാമറസ് അല്ല. അത് ഓക്കെ, അത് പക്ഷെ അപ്പോൾ അത് എനിക്ക് തോന്നി. അപ്പോൾ ഐ തിങ്ക് ഞാൻ ഒരു അടുത്ത മീൻസ് നമ്മളല്ലേ ബോത്ത് ദ സൈഡ് ഓഫ് ഹോട്ട്നെസ് സെക്സി ഞാൻ കണ്ടിട്ടുണ്ട് ചെയ്ത്. പക്ഷെ എനിക്ക് എൻ്റെ ഡ്രസ്സിങ് സെൻസ്, ബിക്കോസ് എൻ്റെ ബോഡി എനിക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ട്. എനിക്ക് അതുകൊണ്ട് എൻ്റെ ബോഡി ഇന്ന് കാണുന്ന പോലെയല്ല ഉണ്ടാവുക നാളെ. എനിക്ക് അതൊന്നും ഒരു കുഴപ്പമില്ല. ഐ വാക്ക്, ഐ വെയർ മൈ ആറ്റിറ്റ്യൂഡ് ആൻഡ് ഐ എം വെരി പ്രൗഡ് ഓഫ് ഇറ്റ്. പക്ഷെ എന്നാലും ചേച്ചിയുടെ കോസ്റ്റ്യൂം, ശ്വേത മേനോൻ ഈ ഒരു ഡ്രസ്സ് ഇട്ടത് ഭയങ്കര കണ്ടോ? നിങ്ങൾ കണ്ടാൽ ഞെട്ടിപ്പോവും. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ കമന്റ്സ് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വളിപ്പ് കമന്റ്സ് ആണ്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ടൈം പാസ് ആണ്. എന്നെ സംബന്ധിച്ച് അതൊന്നും വലിയൊരു കാര്യം. അതെല്ലാം ആസ്വദിച്ച് അവരെ കുറിച്ച് ഓർത്ത് നമ്മൾ സന്തോഷിക്കും. അല്ല, ഞാൻ അല്ലെങ്കിൽ അവരൊന്നും ഇല്ലെങ്കിൽ അത്ര സമയം അവർ എന്നെ പറ്റി ആലോചിച്ച് എഴുതിയില്ലോ. ഞാൻ അതൊക്കെ പോസിറ്റീവായിട്ട് നോക്കുക. നമ്മൾ എന്തിനാണ്, നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ എന്തിനാ വന്നിട്ടുണ്ട്? നമ്മൾ വന്നത് കുറച്ച് ആൾക്കാരെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി. അത് കിട്ടുന്നുണ്ട്. കിട്ടുമ്പോൾ ഏതാ നല്ലത് ഏതാ മോശം എന്ന് പറയാനല്ല നമുക്കില്ല. കിട്ടുന്ന സാധനം നമ്മൾ അതല്ലേ നോക്കുക. അല്ല പിന്നെ അത്രേ ഉള്ളൂ. ഹോട്ടെങ്കിൽ ഹോട്ട്, പിന്നെ നമ്മളെല്ലാരും ഇവിടെ ഗ്ലാമർ ആയിട്ട് തന്നെയാണ് വന്നത്. നമുക്ക് ഗ്ലാമറിന് നമ്മൾ ഡ്രസ്സൊന്നും മാറ്റി ഒന്നും ചെയ്യണ്ട. നമുക്ക് അറ്റൻഷൻ കിട്ടുന്നുണ്ട്. എല്ലാവർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തായാലും എപ്പോഴും ദൈവത്തിനോട് നന്ദി പറയണം.